മലപ്പുറം നഗരത്തിൽ കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന 3 ബയോ ടോയ്ലറ്റുകൾ കൗൺസിൽ യോഗ തീരുമാനപ്രകാരം നീക്കം ചെയ്തു. ക്ലീൻ സിറ്റി മാനേജറായി ചുമതലയേറ്റ CK വത്സന്റെ നേതൃത്വത്തിലാണ് ഉപയോഗശൂന്യമായ ശുചിമുറികൾ നീക്കം ചെയ്തത്. മലപ്പുറം നഗരസഭാ കൗൺസിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്നതായി ആരോപണമുയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമുയർന്നു. ഉപയോഗശൂന്യമായ ശുചിമുറികൾ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ റഫീഖിന്റെയും മറ്റു കൗൺസിലർമാരുടെയും ആവശ്യപ്രകാരമാണ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തത്. 10 വർഷത്തിലധികമായി ഈ ബയോ ടോയ്ലറ്റുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ട്. ക്ലീൻ സിറ്റി മാനേജറായി ചുമതലയേറ്റ CK വത്സന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ക്രെയിൻ ഉപയോഗിച്ചാണ് 3 ബയോ ടോയ്ലറ്റുകളും നീക്കം ചെയ്തത്. കാടുപിടിച്ച നിലയിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്ന ഇവിടം സൗന്ദര്യവൽക്കരിച്ച് ആധുനിക രീതിയിലുള്ള പൊതു ശൗചാലയം നിർമ്മിച്ചാൽ പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും. ഇക്കാര്യത്തിൽ കൗൺസിൽ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും താൽപര്യപ്രകാരം പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള തീരുമാനത്തിലാണ് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ. 1 ന്യൂസ് മലപ്പുറം. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പുളശ്ശേരി.